അയോഗ്യതകളും മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിക്കുന്നു. അതിനകത്തെ ക്ലോസ് നമ്പർ 13 ബാങ്കുകൾക്കോ സർവീസ് സഹകരണ സംഘങ്ങൾക്കോ നൽകാനുള്ള കുടിശ്ശിക സർക്കാരിനോ തദ്ദേശ സ്ഥാപനത്തിനോ നൽകുവാനുള്ള കുടിശ്ശികയിലേക്ക് എഴുതാൻ കഴിയില്ല. ബാങ്കുകൾ KFC, KSFE മുതലായവയ്ക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക റവന്യൂ റിക്കവറി വഴിയാണ് നടത്തുന്നതെങ്കിൽ കൂടിയും അത് കുടിശ്ശികയായി പരിഗണിക്കേണ്ടതില്ല. അതായത് കേരള ബാങ്കിനേക്കാൾ കൂടുതൽ സംസ്ഥാന സർക്കാരിന് നേരിട്ട് നിയന്ത്രണമുള്ള KSFE-യിലെ പിന്നെ നമ്മുടെ ലയബിലിറ്റി പോലും ഫിനാൻഷ്യൽ ലയബിലിറ്റി പോലും ഇതിൽ അയോഗ്യതയായി നിർദ്ദേശിക്കാൻ കഴിയില്ല. ഇനി വക്കീല് വേറെ ഏതെങ്കിലുമൊക്കെ ചട്ടം പറയുന്നുണ്ടെങ്കിൽ ആ നിയമം പറയുന്നുണ്ടെങ്കിൽ ആ നിയമം വാദവും പ്രതിവാദവും ആകേണ്ട സ്ഥലത്തിന്റെ പേര് കോടതി എന്നാണ്. നിങ്ങൾ ജഡ്ജിമാരല്ല, നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരാണ്. വക്കീല് പറഞ്ഞപ്പോൾ ഞാൻ കിട്ടിയല്ലോ. ഞാൻ പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ എന്ന നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശമാണ്. ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങൾ ആവശ്യപ്പെട്ട നിർദ്ദേശമല്ല. ഇലക്ഷൻ കമ്മീഷൻ ഇതാണ് യോഗ്യത, ഇതാണ് അയോഗ്യത എന്ന് പറഞ്ഞൊരു സർക്കുലർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ സർക്കുലറിന് പ്രകാരമാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ മാറ്റം വരുത്താൻ കഴിയുന്നത് ഇലക്ഷൻ കമ്മീഷനല്ല. അല്ലെങ്കിൽ നിങ്ങൾ 7/11/2025 ശേഷം പുറപ്പെടുവിച്ചിട്ടുള്ള മറ്റൊരു സർക്കുലറായിട്ട് തേടി വയ്ക്കും. നിങ്ങൾ തേടി ഞങ്ങളത് കേൾക്കാം. നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ നിലയിൽ നിങ്ങൾ 7/11/2025 നിങ്ങൾ പുറത്തിറക്കിയ സർക്കുലർ അത് സ്റ്റാൻഡ് ബൈ ആയി നിലനിൽക്കെ മറ്റൊരു സർക്കുലറും വന്നിട്ടില്ല എന്നിരിക്കെ മറ്റെന്തെങ്കിലും ചാർജ് ചെയ്തെങ്കിൽ അതിനകത്ത് യാതൊരു തരത്തിലും തീർപ്പിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ക്രൂട്ടിനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ നിലയിൽ നിങ്ങൾക്ക് അവകാശമില്ല. ഈ പറയുന്ന വാദങ്ങളിൽ എന്തെങ്കിലും കടമുണ്ട് എങ്കിൽ അത് ചലഞ്ച് ചെയ്യപ്പെടുന്ന സ്ഥലം കോടതിയാണ്. അതിനാൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങൾ പുറത്തിറക്കിയിരിക്കുന്ന സർക്കുലറിൻ പ്രകാരം മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അയോഗ്യനാക്കാൻ കഴിയുകയില്ല. നമ്മുടെ വാദം ഈ സർക്കുലർ ആക്ടിന് വിരുദ്ധമാണ്. ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിറക്കിയത് ഈസ് നോട്ട് ഓൺ അവർ എനി സോർട്ട് ഓഫ് കമ്പൽഷൻ. ഞങ്ങളുടെ കമ്പൽഷനിലല്ല ഇലക്ഷൻ കമ്മീഷൻ സർക്കുലർ ഇറക്കിയത്. ഇനി ഇലക്ഷൻ കമ്മീഷന്റെ സർക്കുലർ അതില്ലായിരുന്നെങ്കിൽ വി വർ ഹാവിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ടു പ്ലേസ് വൺ അനദർ കാൻഡിഡേറ്റ്. അതല്ലെങ്കിൽ ഈ കാൻഡിഡേറ്റിന് തന്നെ എന്ത് ചെയ്യാമായിരുന്നു? റവന്യൂ റിക്കവറി ഒഴിവാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഈ സർക്കുലർ വരുന്നത് എങ്ങനെയാണ്? ഈ സർക്കുലർ വരുന്നത് തന്നെ ഈ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷന് കിട്ടിയിട്ടുള്ള നിരവധിയായ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ സമയത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഫൈൻ അല്ലാതെയുള്ള മറ്റു ബാധ്യതകൾ ഒരാൾക്ക് വെക്കുക എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പണം മാനദണ്ഡമായിരിക്കണം, സമ്പത്ത് മാനദണ്ഡമായിരിക്കണം എന്ന് പറയുന്ന ആ ക്ലർജി ക്ലാസിന്റെ മാനദണ്ഡമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ സർക്കുലറിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. അതല്ല പണമുള്ളവൻ മാത്രം മത്സരിച്ചാൽ മതി എന്നാണ് BJPയുടെ വാദം. ആയിക്കോട്ടെ, ഞാൻ രാഷ്ട്രീയ ഞാനിവിടെ പറയുന്നത് an asset for Congress party. ഈ പ്രസ്ഥാനത്തിന് വലിയ ഒരു മുതൽക്കൂട്ട് അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം. രോമാഞ്ചമാണ്, രോമാഞ്ചം. ഇന്നലെ പാലക്കാട്ട് നഗരസഭയില് ഇന്നലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ UDFന്റെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അവസരത്തില് ചാണകക്കൂട്ടങ്ങള് ഇന്നലെ അവിടെ എത്തിയത് ഒരു വക്കീലിനെയും കൂട്ടിയ ഈ പറയുന്ന സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കരുത് എന്നൊരു വക്കീലിനെയും കൂട്ടി അവിടെ എത്തിയിരിക്കുന്നു. അവനേക്കാൾ അവന്റെ തന്തയാവുന്ന നിയമം അറിയുന്നവരാണ് അപ്പുറത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്നുള്ളത് ഇവൻ മനസ്സിലായില്ല. ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരിക്കും ഈ പറയുന്ന സംഘപരിവാറിന്റെ ചാണക കൂട്ടങ്ങൾക്കും ഒക്കെ നിയമം എന്താണെന്ന്
ഈ പറയുന്ന സ്ഥാനാർത്ഥിയുടെ യോഗ്യത എന്താവണമെന്ന്, ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർക്കുലർ എന്താണെന്ന് ഇന്നലെ അങ്ങോട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തു. അവസാനം ഇതിന്റെ പ്രതിഫലനം എന്താണ് എന്നുകൂടി പറഞ്ഞു വെക്കാം, കാരണം ഈ വീഡിയോയിൽ അത് കാണിക്കുന്നില്ല. ഇന്നലെ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക അത് വരണാധികാരി സ്വീകരിച്ചു. ഈ ചാണക കൂട്ടങ്ങൾ കൊണ്ടുവന്ന വക്കീല് പറയുന്നതല്ല നിയമം, ഇവിടുത്തെ ചട്ടം അതല്ല, ചട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതാണ്. അതാണ് രാഹുൽ മാങ്കൂട്ടം ഇന്നലെ പറഞ്ഞത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചത്. ഈ പറയുന്ന പ്രസ്ഥാനത്തിന് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവ് അതൊരു അസറ്റ് തന്നെയാണ്, വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. തന്റെ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് ആ സ്ഥാനാർത്ഥിയുടെ പത്രിക സ്വീകരിക്കരുതെന്ന് പറയാൻ ചാണകങ്ങൾ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന വക്കീലെ, നീ നിന്റെ ഒരു ജന്മം കൊണ്ട്, ഈ ജന്മം കൊണ്ട് മതിയാവില്ല രാഹുലിനെ കവച്ചു വെക്കാൻ. ഈ ഒരു ജന്മമല്ല, നിന്റെ തന്തയും തള്ളയും അടുത്ത ഒരു ജന്മം കൂടി നിനക്ക് നൽകിയാലും അതും മതിയാവില്ല. കാരണം ആ മുതല് വേറെയാ, മനസ്സിലായില്ലേ? ആ മുതല് വേറെയാ. എല്ലാം കണ്ടും കേട്ടും പഠിച്ചും തന്നെയാ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ചാണകം തിന്നിട്ടല്ല അരിയാഹാരമാണ് കഴിക്കുന്നത്, ഗോമൂത്രമല്ല കുടിക്കുന്നത്. മനസ്സിലായില്ലേ? ബുദ്ധി റിവേഴ്സ് ഗിയറിലല്ല. രാഹുലിനെ വെല്ലുവിളിക്കാൻ മാത്രം ആയോ? വളർന്നോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ രാഹുലിനെ പോലെയുള്ള ആളുകൾ കേരളത്തിൽ എല്ലായിടത്തും പലയിടത്തും വേണ്ടിയിരുന്നില്ലേ? ഇന്നലെ നിങ്ങൾ പല വാർത്തയിലും കണ്ടില്ലേ മലപ്പട്ടത്ത് ആന്തൂരിലൊക്കെ സംഭവിച്ചത്. UDF സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശക പത്രിക അത് സ്വീകരിക്കാതെ ആ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അവസരത്തിൽ തന്നെ തള്ളിക്കളയുന്ന, ഒപ്പ് ശരിയായില്ല, തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന UDF സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളിക്കളയുന്നത് കണ്ടില്ലേ? അവിടെയൊക്കെ ആയിരുന്നു ഇന്നലെ ഈ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാവേണ്ടിയിരുന്നത് എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. ഇന്നലെ രാഹുൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ വക്കീല് പറയുന്നതും കേട്ടിട്ട് ആ ഭരണാധികാരി ആ UDF സ്ഥാനാർത്ഥിയുടെ പാലക്കാട് നഗരസഭയിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അയാളുടെ നാമനിർദ്ദേശ പത്രിക ഇന്നലെ തള്ളിയേനെ. രാഹുൽ അവിടെ ഉണ്ടായത് കൊണ്ട് ചട്ടം പറയാൻ, അത് പറഞ്ഞ് പഠിപ്പിക്കാൻ, അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാ. അത് തന്നെയാ ഞാൻ ആദ്യമേ ആ വാക്ക് ഉപയോഗിക്കാൻ കാരണം. അസറ്റ് ഫോർ ദിസ് കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ് പാർട്ടിക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഇയാള്. അതിങ്ങനെ തെളിയിച്ചു കൊണ്ടിരിക്കുക. പിന്നെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണത്? രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ നഗരസഭ പിടിക്കുക എന്നുള്ളത് രാഹുലിന്റെ പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ്. കഴിഞ്ഞ ദിവസം അത് അയാൾ തുറന്നു പറയുകയും ചെയ്തതാ. ഏറ്റവും വലിയ പ്രയോറിറ്റി, ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് നഗരസഭയ്ക്കുള്ളതാണ്. നഗരസഭയാണ് ലക്ഷ്യം. അത് പിടിച്ചെടുക്കാൻ തന്നെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. ഈ വീഡിയോയെ കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. രാഹുലിന്റെ ഇന്നലത്തെ ഈ വീഡിയോയെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. എല്ലാവർക്കും പറയാനൊരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇതാണ്, ഈ പറയുന്നതാണ്, ഇയാളാണ് രാഹുല്, ഇയാളാണ് പാർട്ടിയുടെ വലിയ മുതൽക്കൂട്ട് എന്ന്. അത് തന്നെയാ. അത് കണ്ടവർക്കൊക്കെ ആ ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നലെ ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന അവസരത്തില് അവിടെ രാഹുൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഒരു 99% ആ UDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുവാനുള്ള നടപടികൾ അവിടെ ഉണ്ടാകുമായിരുന്നില്ല. ആ നാമനിർദ്ദേശ പത്രിക തള്ളിയേനെ ഇന്നലെ തന്നെ. അതിനിടയിൽ ചാണക വക്കീല് ചോദിക്കുന്നുണ്ട് രാഹുലിനോട്, നീ ആരാ ചോദിക്കാൻ? നിന്റെ രാഷ്ട്രീയ പ്രസംഗമൊക്കെ ഈ ചേംബറിന് പുറത്തു മതിയെന്ന്. രാഹുൽ പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് ചോദിക്കാൻ അധികാരപ്പെട്ടവൻ, ഞാൻ ചോദിക്കും. അത് ഇതിന് പുറത്തല്ല, ഭരണാധികാരിക്ക് മുന്നിൽ തന്നെ ചോദിക്കും. നീ ആരടാ തടയാനെന്ന്. മനസ്സിലായില്ലേ? തടയാൻ പോയിട്ട് വക്കീൽ ഇന്നലെ എളിമ്പ്യനായിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാനല്ലാതെ വക്കീലിന് മറ്റൊന്നും സാധിച്ചില്ല. കാരണം വക്കീല് പേരിൽ വക്കീലാണെങ്കിലും ബുദ്ധി ചാണകത്തിന്റെയാ. ആ ചാണകത്തിന്റെ ബുദ്ധി കൊണ്ട് ഈ രാഹുലിനെ അളക്കാൻ വന്നാൽ വക്കീലെ നടക്കില്ല. ഞാൻ അതാ പറഞ്ഞത്, തന്തയും തള്ളയും ഒരു ജന്മം കൂടി തന്നാലും വക്കീലെ രാഹുലിന്റെ രോമത്തോളം എത്താൻ സാധിക്കില്ല വക്കീലെ. മനസ്സിലായില്ലേ? എന്നിട്ട് ഇതിന്റെ ഒക്കെ അവസാനം എന്താ അവിടെ സംഭവിച്ചത്?
ഈ പറയുന്ന UDFന്റെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയോ? ഒരിക്കലുമില്ല. അത് ഇന്നലെ സ്വീകരിച്ചു ഭരണാധികാരി, അത് സ്വീകരിച്ചു. ഒരു തടസ്സങ്ങളുമില്ല, ഒരു നിയമപ്രശ്നങ്ങളുമില്ല. ഇന്നലെ ഈ പറയുന്ന ആളുകൾ സ്ഥാനാർത്ഥിയുടെ സാമ്പത്തികമായ ബാധ്യതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവിടെ എത്തിയത്. അതൊന്നും ഒരു മാനദണ്ഡമേ അല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട സർക്കുലർ മുന്നിൽ വെച്ചുകൊണ്ട് ചട്ടം പഠിപ്പിച്ചുകൊണ്ട് എന്താണ് ചട്ടം, എന്താണ് യോഗ്യത, എന്താണ് ഇതിന്റെ മാനദണ്ഡമെന്ന് വക്കീലിനും പഠിപ്പിച്ചു കൊടുത്തു, ഭരണാധികാരിക്കും പഠിപ്പിച്ചു കൊടുത്തു രാഹുൽ മാങ്കൂട്ടം. ഇതാണ് ഞാൻ പറഞ്ഞ നേതാവ്, ഇത് തന്നെയാണ് നേതാവ്. ഞാൻ മുമ്പ് പലവട്ടവും രാഹുലിന് വേണ്ടി സംസാരിച്ചപ്പോൾ അപ്പോഴൊക്കെ പറയാറുള്ള ഒരു വാക്കുണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയാണ് എന്ന്. അയാളെ മാറ്റി നിർത്താൻ കഴിയില്ല എന്ന് ഞാൻ പല ആവർത്തിയാണ് നിങ്ങളോട് പറഞ്ഞതാണ്. ഇന്ന് വീണ്ടും അത് തന്നെ പറയുകയാ. ആ മുന്നണി പോരാളി ഒരുത്തൻ ഉണ്ടായത് കൊണ്ട് മാത്രം നെഞ്ചും വിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ, കൈ ചൂണ്ടേണ്ടിടത്ത് വിരൽ ചൂണ്ടേണ്ടിടത്ത് ചൂണ്ടി തന്നെ മുഖത്ത് നോക്കി നീ ആരടാ ചോദിക്കാൻ, ചട്ടം അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ ആണൊരുത്തൻ നെഞ്ചും വിരിച്ചും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്നലെ ആ UDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചത്. അതില്ലായിരുന്നുവെങ്കിൽ 99% ഇന്നലെ ആ പറയുന്ന സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയേനെ. നെഞ്ചും വിരിച്ചൊരുത്തരങ്ങ് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ തടുക്കാൻ കഴിയില്ല മക്കളെ. ഒരു വിവാദങ്ങൾക്കും ഒരു ആരോപണങ്ങൾക്കും ഒരു പുകമറകൾക്കും രാഹുലിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഈ തെരഞ്ഞെടുപ്പ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് രാഹുലിൻ്റെതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാഹുൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും എല്ലാവിധ സപ്പോർട്ടും നൽകുവാനാണ് VK ശ്രീകണ്ഠനോട് KPCC നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നലെ ഈ നഗരസഭയുടെ ചുമതല രാഹുൽ കയ്യിലുള്ളപ്പോ അവിടെ VK ശ്രീകണ്ഠൻ ഉണ്ടായിരുന്നില്ല. കാരണം എന്താ? കാരണം രാഹുൽ ഉള്ളപ്പോ ശ്രീകണ്ഠൻ വരേണ്ട കാര്യമില്ലെന്ന് ശ്രീകണ്ഠൻ അറിയാം. രാഹുൽ അത് ഭംഗിയായി നിർവഹിക്കുമെന്നുള്ളത് ശ്രീകണ്ഠൻ അറിയാം, UDFന്റെ നേതാക്കൾക്കറിയാം, കോൺഗ്രസിന്റെ നേതാക്കൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ശ്രീകണ്ഠൻ ഇപ്പൊ നൽകിയിരിക്കുന്നത്. രാഹുൽ ഔദ്യോഗികമായി പാർട്ടിയിൽ ഇല്ലാത്തത് ഒന്നുകൊണ്ട് മാത്രം അയാൾക്ക് ചില കാര്യങ്ങളിൽ അതിന്റെ പ്രാപ്തിയിലേക്ക് എത്തിക്കാൻ ഇത്തരത്തിലുള്ള ഒരു ഔദ്യോഗികതയുടെ പിന്തുണ ആവശ്യമുണ്ട്. ആ പിന്തുണ മാത്രമാണ് ശ്രീകണ്ഠനോട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് KPCCയുടെ നേതൃത്വം. പാലക്കാട് നഗരസഭ അത് രാഹുൽ തന്നെ പിടിച്ചെടുക്കും. ഒരു തർക്കവും അതിലാർക്കും വേണ്ട. ആ കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട. രാഹുൽ മുന്നിലുണ്ട്. UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് ഊർജമായി ഇന്ധനമായി കൊണ്ട് രാഹുൽ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട്. പാലക്കാട് നഗരസഭയിൽ മാത്രമല്ല, കണ്ണാടിയിലുണ്ട്, പിരായിരിയിലുണ്ട്. നമ്മളൊക്കെ കണ്ടു. കണ്ണാടിയിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ രാഹുൽ മുന്നിൽ നിന്ന് നയിക്കുന്നത് നമ്മൾ കണ്ടു. പിരായിരിയിൽ മുന്നിൽ നിന്ന് നയിക്കുന്നത് നമ്മൾ കണ്ടു. എല്ലായിടത്തും രാഹുൽ ഉണ്ട്. രാഹുൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ രാഹുലിന് തന്റെ നിയോജക മണ്ഡലത്തിലെ ഈ തെരഞ്ഞെടുപ്പ് അത് വലിയ ഒരു അഭിമാന പോരാട്ടമാണ്. ആ പോരാട്ടം മുന്നിൽ നിന്ന് നയിക്കാൻ രാഹുൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട. ആ വീഡിയോ കണ്ടിട്ട്, ഞാൻ നിങ്ങളെ കാണിച്ച ആ വീഡിയോ കണ്ടിട്ട് വല്ലാത്തൊരു ആവേശം വരികയാ. ഒരുപക്ഷെ ഇന്നലെ പാലക്കാട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പോലും ആഗ്രഹിച്ചു പോവുകയാ. കാരണം ഇങ്ങനെ നെഞ്ചും വിരിച്ചു നിന്ന് ചട്ടം അങ്ങോട്ട് പറഞ്ഞ് പഠിപ്പിക്കാൻ കേൾപ്പുള്ള എത്ര എണ്ണം ഉണ്ടോ ഈ പ്രസ്ഥാനത്തില്? ഈ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയായിട്ട് രാഹുൽ ഇല്ലെങ്കിൽ